ഇത്ര നേരം നമ്മൾ ആരും കാണില്ല എന്നൊരു തപ്പിയറുന്ന അവസാനം എല്ലാവരും കൂടെ വന്നിട്ട് തലക്കേടിയിട്ട് ഇങ്ങനെയല്ലേ വരാറ് അല്ലേ? ബൈറ്റിംഗ് കൂടെ ഞങ്ങൾ എല്ലായിടത്തും ഓക്കെ ഞങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ നുഴങ്ങി കയറി ബാക്ക് സൈഡിൽ നിന്നൊക്കെ കയറി വരുമ്പോ ഞങ്ങൾ എങ്ങനെ വരും എന്നുള്ളത് നോക്കണം. വരും, അതിലാണ് കാര്യം. ലേറ്റ് വന്നാലും അതൊന്നും പറയില്ല. ഫുൾ പുകയും തീയുമായിരിക്കും. നിങ്ങളൊന്നും കാണില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സത്യം പറയാലോ, ഞങ്ങളൊന്നും പറയുന്നില്ല. ഇതിനു മുമ്പ് അല്ലെ? ഇതിനു മുമ്പ് ഞാൻ ഇതിനു മുമ്പ് ഒറ്റയ്ക്ക് ചെയ്തു. അതിന്റെ ക്ഷീണം അതുകൊണ്ടാണ് ഈ വട്ടം എനിക്ക് ശരിക്കും ബിസ്ക്കറ്റും ചായയൊക്കെ പറയാൻ ഒരാൾ വേണമായിരുന്നു. അപ്പൊ അവർക്ക് ജി പി മതിയോ? ഐ സെഡ് ഓക്കേ. എങ്ങനെയുണ്ട്? അല്ല, ഞാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് ചോദിക്കട്ടെ. ഞങ്ങൾ ഈ സ്റ്റേജ് എന്ന് പറയുന്നതൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് ഇവിടുത്തെ ആങ്കറിംഗ് ആണ്. ബിക്കോസ് ഇവിടെയാണ് എല്ലാരും കാണാൻ കിട്ടും. അവൾക്ക് എപ്പോഴും അവൾക്ക് കിട്ടുന്നത് നോക്കുമ്പോ അപ്പുറത്ത് നിൽക്കുന്നതാണ് എപ്പോഴും ഞങ്ങൾ ഈ റെഡ് ഷോളൊക്കെ ഇട്ട് ഇനി പറ്റാത്ത പോലെ സീവനും അപ്പളങ്ങ് നിലത്ത് കിടക്കാന്നുള്ള സ്കീമിലാണ് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ നിൽക്കണം. പക്ഷെ മിക്കവാറും അത് തന്നെയാണ്. ഇതെന്തായാലും നമ്മൾ ഈ പാടിയല്ലേ എക്സ്പീരിയൻസ് ഉള്ളൂ. ഇതിപ്പോ ഓൾ ടുഗദർ ഒരു ഡിഫറെന്റ് സംഭവമാണ്. എന്താ നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ വേണ്ട ഒരു പാട്ടായിട്ട് ചോദിച്ചോളൂ. പക്ഷെ എനിക്ക് തോന്നുന്നേ മലയാളികൾക്ക് റെഡ് കാർപ്പറ്റിനോട് വലിയ താല്പര്യമില്ല. മിക്കവരും കൂടി അലമ്പാക്കിയാലേ നമ്മുടെ പ്രതിഭകൾക്കൊക്കെ കുറച്ച് സഭാകമ്പം കൂടുതലാണ്. അവര് ഓഫ് സ്ക്രീനിൽ അല്ല സ്ക്രീനിലും സിൽവർ സ്ക്രീനിലൊക്കെ ഗംഭീരമാണ്. സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ സത്യമായിട്ട് പ്രേക്ഷകരോട് പറയാം, ഈ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന ആൾക്കാരോട് നിങ്ങൾ കുറച്ച് അനുകമ്പ കാണിക്കണം. ബിക്കോസ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് അത് കഷ്ടപ്പെട്ട് 3 മണിക്കൂർ എടുത്ത് മേക്കപ്പ് ഇതൊക്കെ പെണ്ണുങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഈ വഴി വരുമ്പോ അവരെന്ത് കോൺഷ്യസ് ആയിരിക്കും, അത് ശരിയാണോ ഇത് ശരി എങ്ങനെ പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. ആങ്കേഴ്സ് ഇവിടെ നിന്ന് ഇവരെ ഇങ്ങനെ സ്ക്രൂട്ടനൈസിങ് ചോദ്യങ്ങൾ. അതായത് നിങ്ങൾ എന്താണ് അമേരിക്കയുടെ പ്രസിഡന്റ് സപ്പോർട്ട് ചെയ്തിട്ടല്ലേ എവിടെ വരുന്നത്? അങ്ങോട്ട് പോകാൻ സമയമായില്ലേ? ഇത് തന്നെയാണ് ഞങ്ങൾ സ്റ്റേജിൽ ഉദ്ദേശിക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണോ അവർക്ക് വലിയ ഐഡിയ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് കുറെ പണിയുണ്ട്, സ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കാനുണ്ട് കുറെ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ആ സ്റ്റേജ് അങ്ങ് പൊളിച്ചടുക്കി പമ്പരമാക്കി തുടങ്ങി വെച്ചിട്ടുണ്ട്. സൈമ 2021 റെഡ് കാർപ്പറ്റിൽ എൻ്റെ സൂപ്പർ ഫേവറേറ്റ് എൻ്റെ സൂപ്പർ ഗുരു എന്നും ഒരു രീതിക്ക് പറയാൻ പറ്റുന്ന രഞ്ജിത്ത് സാറാണ് ഇപ്പോൾ ഉള്ളത്. സർ, 2 വർഷത്തിന് ശേഷമാണ് സൈമ ഇങ്ങനത്തെ ഒരു ബിഗ് ഇവന്റ് തന്നെ നടക്കുന്നത്. വാട്ട് ഹാവ് യു ഗോട്ട് ടു സേ അബൌട്ട് ഇറ്റ്? നിറങ്ങളുള്ള ഒരു ചടങ്ങ് തന്നെയാണ്. എനിക്കിവിടെ ഈ ബെസ്റ്റ് ഫിലിം എന്ന അവാർഡ് സ്വീകരിക്കാൻ എൻ്റെ പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടി ഞാൻ റെപ്രസെൻ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള വേദന സിനിമയുടെ കാരണക്കാരനായ സച്ചി ഞങ്ങളോടൊപ്പമില്ല, നമ്മളോടൊപ്പമില്ല എന്നുള്ളതാണ്. ആ വേദന ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഈ അവാർഡ്. രഞ്ജിത്ത് സാർ ഇവിടെ വന്നതിലും ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.